എല്ലാവർക്കും വിധിമ ഫോർ എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അതിൻ്റെ ഭാഗമായി 2021 ജനുവരിയിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും ശ്രദ്ധിച്ചിരിക്കുക, കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കറണ്ട് അഫയേഴ്സിൽ 20ൽ 20 നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP ആയ R ശ്രീലേഖ വിരമിച്ചു. സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP ആയിരുന്ന R ശ്രീലേഖ വിരമിച്ചു. അടുത്ത പോയിന്റ്, ISRO ചെയർമാനായ K ശിവൻ കേന്ദ്ര സർക്കാർ 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതിനെ തുടർന്ന് ചെയർമാനായി തുടരും. അപ്പോൾ ഇതുവരെ K ശിവൻ തന്നെയായിരുന്നു ISRO ചെയർമാനായിരുന്നത്. K ശിവൻ്റെ കാലാവധി 1 വർഷം കൂടി കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുമർചിത്രം പൂർത്തിയായി. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുമർചിത്രം പൂർത്തിയായത് വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലാണ്. അടുത്ത പോയിന്റ്, പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു. അപ്പോൾ പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഇടയ്ക്ക് കാണുന്നതാണ് ഈ ഓപ്പറേഷൻ പി ഹണ്ടിനെ കുറിച്ച്. അപ്പോൾ ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരം നേടി. 2000-2020 കാലഘട്ടത്തിലാണ് ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരം കൊടുക്കുന്നത്. അത് കിട്ടിയത് പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ്. അടുത്ത പോയിന്റ്, 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡിന് വിരാട് കോഹ്ലി അർഹനായി. ICC 2011-2020 പതിറ്റാണ്ടിലെ മികച്ച താരവും വിരാട് കോഹ്ലി തന്നെയായിരുന്നു. അടുത്ത പോയിന്റ്, ഏറ്റവും മികച്ച 2020 ക്രിക്കറ്റ് താരമായി റാഷിദ് ഖാൻ, അഫ്ഗാനിസ്ഥാൻ പ്ലെയറായ റാഷിദ് ഖാനെ തിരഞ്ഞെടുത്തു. അടുത്ത പോയിന്റ്, ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി സ്റ്റീവ് സ്മിത്ത്, ഓസ്ട്രേലിയക്കാരനായ സ്റ്റീവ് സ്മിത്തിനെയാണ് ഏറ്റവും മികച്ച ടെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുത്തത്. അടുത്ത പോയിന്റ്, ദശകത്തിലെ ഏറ്റവും മികച്ച ഏകദിന 2020 താരം വനിതാ ക്രിക്കറ്ററായ എലീന പെറിക്കാണ് കിട്ടിയത്. ഓസ്ട്രേലിയക്കാരിയാണ് എലീന പെറി. ദശകത്തിലെ മികച്ച താരം ഏകദിന 2020 താരം ആയിട്ട് തിരഞ്ഞെടുത്തത് വനിതാ ക്രിക്കറ്ററായ എലീന പെറിയെയാണ്. അടുത്ത പോയിന്റ്, പ്രമുഖ നൃത്ത പണ്ഡിതനും പത്മശ്രീ ജേതാവുമായ സുനിൽ കോത്താരി അന്തരിച്ചു. പ്രമുഖ നൃത്ത പണ്ഡിതനും പത്മശ്രീ ജേതാവുമായ സുനിൽ കോത്താരി അന്തരിച്ചു. അപ്പോൾ PSC പരീക്ഷയ്ക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സുനിൽ കോത്താരി ഏത് വിഭാഗത്തിലാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സുനിൽ കോത്താരി പ്രമുഖ നൃത്ത പണ്ഡിതനാണ്. പത്മശ്രീ ജേതാവ് കൂടിയാണ് സുനിൽ കോത്താരി. അടുത്ത പോയിന്റ്, DRDOയുടെ സയൻറ്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് 2018 കിട്ടിയത് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയ്ക്കാണ്. DRDOയുടെ സയൻറ്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് 2018 ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയ്ക്കാണ് ലഭിച്ചത്. അപ്പോൾ DRDO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇത് 1958 രൂപം കൊടുത്തത്. ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലാണ് DRDO വരുന്നത്. ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ നമുക്കറിയാം രാജ്നാഥ് സിംഗ് ആണ്. അതേപോലെ DRDOയുടെ ചെയർമാൻ ഡോക്ടർ G സതീഷ് റെഡ്ഡിയാണ്. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഈ ദശകത്തിലെ ഏകദിന 2020 ടീമുകളുടെ ക്യാപ്റ്റനായി MS ധോണിയെയും ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയെയും തിരഞ്ഞെടുക്കപ്പെട്ടു.
ഒന്നുകൂടി, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഈ ദശകത്തിലെ ഏകദിന 2020 ടീമുകളുടെ ക്യാപ്റ്റനായി MS ധോണിയെയും ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയെയും തിരഞ്ഞെടുത്തു. അടുത്ത പോയിന്റ്, രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റു. അപ്പോൾ നമുക്കറിയാം, മേയറായിട്ട് മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സാണ്. ആര്യ രാജേന്ദ്രൻ 21 വയസ്സായിട്ടുള്ളൂ. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ചുമതലയേറ്റത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ PSC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഇതുവരെ കണ്ട എല്ലാവർക്കും ഞങ്ങൾ നന്ദി.